ആയിക്കൊണ്ടിരിക്കുവന്നോ? ചായ അവിടെ തന്നെ ഇഡലി സാമ്പാറും ചായ അവിടെ കുടിക്കത്തില്ലയോ? ചേട്ടാ അപ്പുറത്തപ്പുറത്തൊക്കെ ആൾക്കാരുണ്ടെന്ന്. അപ്പുറത്തും ആൾക്കാരുണ്ടെങ്കിൽ വാ വെക്കാതെ ഞാൻ അവർക്ക് വീട് വെക്കാൻ പറ്റുമോ? അമ്മാവ ഇത് കേട്ടിട്ട് മിണ്ടായിരിക്കാം. നാട്ടുകാർ വരുന്ന ഇങ്ങനെ കിടന്ന് ഈ വാ വെച്ച നാളെ കേട്ടില്ലയോ? അമ്മാൻ എങ്ങനെ മിണ്ടും? വായിക്കകത്ത് കിടക്കുന്ന കഞ്ഞി ഇറങ്ങട്ടെ ആദ്യം. വീണ്ടും വന്നിട്ട് കഞ്ഞിയെ കയറി പിടിക്കുക. വയറെ പിടിക്കുന്നതിന് ഇപ്പൊ മുങ്ങിയൊക്കെ ഇവിടുന്ന്. കഞ്ഞിന്ന് ചായ വേണോ വേണ്ടായോ? എടി എനിക്ക് വേണ്ടത് അവിടെ പോകണ്ടടി. എത്ര നേരം കൊണ്ട് ഒരുക്കി നിൽക്കുവാടി? അല്ലല്ലോ ആണുങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ഒന്നും അറിയണോ ചേച്ചി? നേരം വെളുത്ത് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ കുളിച്ച കുട്ടപ്പനായിട്ട് ഒരു മുണ്ടും ഒരു ഷർട്ടും ഒരു കുറിയും മറിച്ച് കഴിഞ്ഞാൽ ഇവർ റെഡിയാ. നമ്മൾ പെണ്ണുങ്ങൾ അങ്ങനാണോ? ആണോ ചേച്ചി? നേരം വെളുത്ത് എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം, വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കണം, ഇവരുടെ കാര്യം നമ്മൾ നോക്കണം. പെണ്ണുങ്ങൾ വേറെ എന്തെല്ലാം കാര്യം. ഇനി എന്റെ ജോലികൾ ബാക്കിയാ. മണി 3 ഞാൻ എഴുന്നേറ്റേ, ഇനിയും ജോലി കിടക്കുക. നിനക്ക് വെളുപ്പിനെ 3 മണിക്ക് എണീറ്റ കാര്യം പറയാനുണ്ടല്ലോ നിനക്ക്. നിങ്ങൾ എന്നെ സഹായിച്ചോ? എടി ഞാൻ രാത്രിയിൽ ഒരുപോലെ കണ്ണടച്ചില്ല. വെളുക്കുന്ന പറഞ്ഞ് ഞാൻ ഉറങ്ങാതെ കുത്തിയിരിക്കുവായിരുന്നു ഒരേ ഇരിപ്പ്. അയ്യോ അതെന്തോ പറ്റിയെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. തല ഡൈ അടിച്ചേക്ക് വരുന്നു. കിടന്ന തലേനെ പറ്റും. ബാക്കി സമയം ഞാൻ മ്യൂസിക്ക് വേണ്ടി ചെലവഴിച്ചു. അതൊന്നും ആർക്കും അറിയണ്ട.